നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. കളിവെള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. ജില്ലയിൽ ആറാട്ടുപുഴ മുതൽ ചെല്ലാനം വരെ തീരദേശ ഹൈവേക്കുള്ള പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭാ പരിധിയിലുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായും നഗരസഭ ബാലസംരക്ഷണ സമിതി ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായും ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ബാലസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ അധ്യക്ഷ കെ ജയമ ഉദ്ഘാടനം ചെയ്തു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആര്യാട് കിഴക്ക് പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം NTBR സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് നിർവഹിച്ചു. ആലപ്പുഴയുടെ ഉത്സവമായ നെഹ്റു ട്രോഫി ജലോത്സവം ഏറ്റവും ഭംഗിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായും കളക്ടർ. രാജ്യത്തെ പ്രമുഖ 2 വീലർ നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ആവൻ മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം ജൂലൈ 10 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. കളിവെള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും ADM വിനോദ് രാജും ചേർന്ന് ഭാഗ്യചിഹ്നം കുഞ്ചാക്കോ ബോബനിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ ADM വിനോദ് രാജ് അധ്യക്ഷത വഹിച്ചു. കളിവെള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. നീലപ്പൊന്മാൻ എന്ന പേരിൽ മുത്തശ്ശൻ കുഞ്ചാക്കോ 1975 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാൻ ആയത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് പങ്കുകൊള്ളാനായത് തൻ്റെ ഭാഗ്യമായി കരുതുന്നു. തൻ്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. പല വിവിധതരം റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള സിനിമയെ ബേസ് ചെയ്ത് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാം ധാരണ ഞാൻ പക്ക ആലപ്പുഴക്കാരനായിട്ട് എല്ലാ രീതിയിലും ആലപ്പുഴക്കാരനായിട്ട് വളർന്നു വന്ന ആള് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജലോത്സവം എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു. അത് വള്ളംകളി എല്ലാമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സിബി മലയിൽ സാറായിരുന്നു, സിന്ധുരാജാണ് അതിന്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. വേണുചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഗംഭീര റോളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ വള്ളം ചുണ്ടൻവള്ളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ സിനിമയിൽ കയറുന്നത്. അപ്പൊ ചുണ്ടൻവള്ളത്തിന്റെ അമരത്ത് നിന്ന് അണിയം വരെ ആ നടുപ്പടിയിലൂടെ ഓടാനായിട്ട് പറഞ്ഞു. ഒരു സിംഗിൾ ഷോട്ടാണത്. അമരത്ത് നിന്ന് നടുപ്പടിയിൽ ഓടുക എന്നുള്ളത് അന്ന് എന്റെ അറിവില്ലായ്മയായിരിക്കും. കാരണം അത് ആരും ഏറ്റെടുക്കാത്തൊരു കാര്യമാണ്. കാരണം എങ്ങാനും കാര്യം തെറ്റിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു മടങ്ങി വീട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ശിഷ്ടകാലം വീട്ടിൽ തന്നെയാണ് എന്നുള്ള ഒരു സത്യം അന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ആവേശത്തിന് നമ്മൾ ഓടി അമരം മുതൽ അണിയം വരെ ഓടി ഒന്ന് രംഗം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നീടാണ് അത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചടങ്ങിൽ NTBR സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ, കൗൺസിലർ സിമി ഷാഫി ഖാൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ MC സജീവ് കുമാർ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ A. കബീർ, K. നാസർ, എബി തോമസ്, റോയി പാലത്ര, രമേശൻ ചെമ്മാറപ്പറമ്പിൽ, പ്രസ് ക്ലബ് പ്രസിഡന്റ് S. സജിത്, SA അബ്ദുൽ സലാം ലബ്ബ, ഹരികുമാർ വാലെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇത്തവണത്തെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനെ തയ്യാറാക്കിയത് പത്തനംതിട്ട റാന്നി സ്വദേശി KV ബിജിമോളാണ്. ഗ്രാഫിക് ഡിസൈനറാണ് ബിജിമോൾ.
മത്സര വിജയി ഒരു വനിതയാകുന്നത് ആദ്യമായാണ് എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 212 എൻട്രികളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപികയായ VJ റോബർട്ട്, VD ബിനോയ്, ആർട്ടിസ്റ്റ് വിമൽ റോയ് എന്നിവർ അടങ്ങുന്ന പാനലാണ് ഭാഗ്യചിഹ്നം തിരഞ്ഞെടുത്തത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജില്ലയിൽ ആറാട്ടുപുഴ മുതൽ ചെല്ലാനം വരെ തീരദേശ ഹൈവേക്കുള്ള പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ആറാട്ടുപുഴ മുതൽ ചെല്ലാനം വരെ തീരദേശ ഹൈവേക്കുള്ള പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിയാനി ഇടവക മത്സ്യത്തൊഴിലാളികളൊക്കെ അടങ്ങുന്ന ഒരു പള്ളിയാണ്, ലത്തീൻ സഭയുടെ പള്ളിയാണ്. റവറൻ ഫാദർ ക്ലീറ്റസ് കാരക്കാണ്. ഞാൻ വളരെ സന്തോഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ കോടീശ്വരന്മാരെ ഒരുപാട് പള്ളിക്കാർ ഈ രാജ്യത്തുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. 1 സെന്റ് വിട്ടുകൊടുക്കാത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, നിങ്ങൾ 20 സെന്റ് കൊടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ ആത്മാർത്ഥം നിയമിക്കുക. ഈ പാവപ്പെട്ട മനുഷ്യനൊരു ആശുപത്രി പണിയിൽ നിങ്ങൾ കൊടുത്താൽ വലിയ മനസ്സിലുണ്ട്. ഇതാണ് സഭ. തീരദേശത്ത് വലിയ വികസനമാണ് വരാൻ പോകുന്നത്. ഇനി ഭൂമിക്ക് നല്ല വില ലഭിക്കും. ഒരു തീരദേശവാസിയും അനാഥമാകില്ല. ഓരോ തീരദേശവാസിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള പാക്കേജാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണിപ്പോൾ. PSC മുഖാന്തരം ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. മലയോര ഹൈവേ, ഗ്യാസ് പൈപ്പ് ലൈൻ, തീരദേശ ഹൈവേ ഇങ്ങനെ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ ഓരോന്നായി സർക്കാർ പൂർത്തിയാക്കി വരികയാണിപ്പോൾ. വികസനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA H. സലാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഷീജ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ NK ബിജുമോൻ, PP ആന്റണി, സുലഭ ഷാജി, ആലപ്പുഴ കെട്ടിട വിഭാഗം EEI റംല ബേബി, ഡോക്ടർ രമ്യ, ഡോക്ടർ TA പൂർണിമ, ഫാദർ ക്ലീറ്റസ് കാരക്കാട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. H. സലാം MLA 2021-22 ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചത്. 1550 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെന്നും അധികൃതർ വ്യക്തമാക്കി. നഗരസഭാ പരിധിയിലുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായും നഗരസഭാ തല ബാലസംരക്ഷണ സമിതി ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായും ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ബാലസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അവരുടെ മാനസിക, ശാരീരിക, സാമൂഹിക, വൈകാരിക വികാസം മെച്ചപ്പെടുത്തുന്നതിനും നഗരസഭാ ബാലസംരക്ഷണ സമിതി ശാക്തീകരിക്കുന്നതിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മുടെ വീടുകളിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന, കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന, കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ അവര് മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയാകുന്ന സാഹചര്യം, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വീട്ടിലുണ്ടാകുന്ന അച്ഛന്റെ ഭാഗത്തു നിന്നോ അമ്മയുടെ ഭാഗത്തു നിന്നോ സഹോദരന്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഇതെല്ലാം നമ്മുടെയൊക്കെ ജനപ്രതിനിധികളും ഇതറിയണം, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ അറിയണം. എവിടെയെങ്കിലും ഇത്തരത്തിലുണ്ടെങ്കിൽ അത് പരാതിയുമായി നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയിൽ അതിന്റെ അംഗങ്ങളെ സമീപിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നഗരസഭാ കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ചിന്മയി S. ആനന്ദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ R. വിനീത, MG സതീദേവി, കൗൺസിലർമാരായ P. രതീഷ്, B. നസീർ, ബിന്ദു തോമസ്, DCPU അംഗം അനഘ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബാലസംരക്ഷണ സമിതിയുടെ ചുമതലകൾ, ലക്ഷ്യങ്ങൾ, ഇടപെടാവുന്ന മേഖലകൾ, നിയമപരമായ പ്രശ്നങ്ങളും സാധ്യതകളും എന്നീ വിഷയങ്ങളിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മായാദേവി, ശിശു സംരക്ഷണ ഓഫീസർ DV മിനിമോൾ, ഡോക്ടർ ഷാനി അബു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി.
ആര്യാട് കിഴക്ക് പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടുധർണ സംഘടിപ്പിച്ചു. ആര്യാട് കിഴക്ക് പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആര്യാട് പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ, ഹെൽപ്പർ തസ്തികയുടെ സെലക്ഷൻ ലിസ്റ്റിൽ സ്വജനപക്ഷപാതം കാട്ടി നിയമനം നടത്തുകയും RO പ്ലാന്റുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ശുദ്ധജല വിതരണം താറുമാറാക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടുധർണ നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവായി ശ്രീ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ആകെ വല്ലാത്ത വെപ്രാളത്തിലാണ് മോദി. അതുപോലെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ പരാന്നഭോജികളായ CPM ഭരണകൂടങ്ങൾ പഞ്ചായത്തുകളിലും, ബ്ലോക്ക് പഞ്ചായത്തുകളിലും, ജില്ലാ പഞ്ചായത്തുകളിലും കേരളത്തിന്റെ സർക്കാർ നടത്തുന്ന ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വന്തക്കാരെ കുത്തി നിറയ്ക്കുക. വേണ്ടപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കോൺഗ്രസ് ആര്യാട് കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് ഔസേഫ് കണ്ണമ്പള്ളി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രവീന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മാരാരിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് MS. ചന്ദ്രബോസ്, ദീപു ജോസഫ്, A. ജോസഫ്, അജികുമാർ ചിറ്റേയം, TR. വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം NTBR സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് നിർവഹിച്ചു. ആലപ്പുഴയുടെ ഉത്സവമായ നെഹ്റു ട്രോഫി ജലോത്സവം ഏറ്റവും ഭംഗിയാക്കാനുള്ള ഒരുക്കങ്ങളാണിപ്പോൾ നടന്നുവരുന്നതെന്നും കളക്ടർ പറഞ്ഞു. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ പന്തൽ കാൽനാട്ട് കർമ്മം NTBR സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് നിർവഹിച്ചു. ആലപ്പുഴയുടെ ഉത്സവമായ നെഹ്റു ട്രോഫി ഏറ്റവും ഭംഗിയായി നടത്താനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അത് നിറവേറ്റാമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. NTBR ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനറും ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ MC. സജീവ് കുമാർ, SM. ഇക്ബാൽ, ജോസ് കാവനാട്, AV. മുരളി, ജോണി മുക്കം, ടോമിച്ചൻ ആന്റണി, ടോം ജോസ്, PK. വിജയൻ, MV. ഹൽത്താഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തെ പ്രമുഖ 2 വീലർ നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ഹാവൻ മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം ജൂലൈ 10 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ പ്രമുഖ 2 വീലർ നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ഹാവൻ മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം ജൂലൈ 10 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് വടക്കുവശം പ്രവർത്തനം ആരംഭിക്കുന്ന ടോപ്പ് ഹാവൻ TVSന്റെ പുതിയ ഷോറൂം TVS മോട്ടോർ കമ്പനി ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ RTO AK ദിലു താക്കോൽ കൈമാറ്റം നടത്തും. TVS മോട്ടോർ കമ്പനി ഏരിയ സർവീസ് മാനേജർ KR നിത്യാനന്ദ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. TVS മോട്ടോർ കമ്പനി ടെറിട്ടറി സർവീസ് മാനേജർ B. സുബിൻ ചികിത്സാ സഹായ വിതരണവും ടെറിട്ടറി മാനേജർ ധീരജ് സുധീർ ലക്കി ഡ്രോ വിജയികളെയും പ്രഖ്യാപിക്കും. VJ ആന്റണി, കൗൺസിലർമാരായ സുമ വിനീഷ്, R. രമേശ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും TVS ടോപ്പ് ഹാവൻ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ KN പ്രേമാനന്ദൻ അറിയിച്ചു. മുൻ മന്ത്രി K. രാധാകൃഷ്ണൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടി പ്രകാരം ചില വിഭാഗങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യവും മറ്റ് വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണ ആനുകൂല്യം പോലും ലഭിക്കാത്തതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V. ദിനകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുൻ മന്ത്രി K. രാധാകൃഷ്ണൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടി പ്രകാരം ചില വിഭാഗങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യവും മറ്റ് വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണ ആനുകൂല്യം പോലും ലഭിക്കാത്തതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V. ദിനകരൻ ആവശ്യപ്പെട്ടു. ക്ലാസ് 1, 2, 3, 4 ഈ 4 കാറ്റഗറിയിലും കൂടിയാണ് ഈ 5,45,423 പറയുന്നത്. ഇവിടെ കൊടുത്ത ലിസ്റ്റിൽ ഓരോ സമുദായത്തിനും കിട്ടിയ അംഗസംഖ്യ കാണിച്ചിട്ടുണ്ട്. അതിൽ
ക്ലാസ് ഇരിച്ചുള്ളത് കാണിച്ചിട്ടില്ല. ഞാൻ തന്നെ നിയമസഭയിൽ ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന അവസരം 316 സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള 5,45,423 ഒഴിവുകൾ 215 സമുദായങ്ങൾക്ക് നൽകിയപ്പോൾ അതിൽ ഒട്ടേറെ അപാകതകൾ കടന്നുകൂടിയിട്ടുണ്ട്. പ്രബല മുന്നോക്ക പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണ സീറ്റിലെയും ജനറൽ സീറ്റിലെയും സീറ്റുകൾ അധികമായി ലഭിച്ചപ്പോൾ സംവരണം അനുസരിച്ചുള്ള സീറ്റ് പോലും പട്ടികവർഗ ദുർബല പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ തയ്യാറാകണം. സംവരണ സീറ്റിലും ജനറൽ സീറ്റിലും സാമൂഹികമായി വളരെ പിന്നിൽ നിൽക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടാത്തതിനെക്കുറിച്ച് സർക്കാർ അന്വേഷിച്ച് കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും ദിനകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. കളിവെള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. ജില്ലയിൽ ആറാട്ടുപുഴ മുതൽ ചെല്ലാനം വരെ തീരദേശ ഹൈവേക്കുള്ള പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭാ പരിധിയിലുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായും നഗരസഭ ബാലസംരക്ഷണ സമിതി ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായും ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ബാലസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ അധ്യക്ഷ കെ ജയമ ഉദ്ഘാടനം ചെയ്തു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആര്യാട് കിഴക്ക് പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം NTBR സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് നിർവഹിച്ചു. ആലപ്പുഴയുടെ ഉത്സവമായ നെഹ്റു ട്രോഫി ജലോത്സവം ഏറ്റവും ഭംഗിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായും കളക്ടർ. രാജ്യത്തെ പ്രമുഖ 2 വീലർ നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ആവൻ മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം ജൂലൈ 10 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.